വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിലെ വിശുദ്ധ തോമാസ് ലീഹായുടെ സംശയത്തെയും വാശിയെയും കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈ തോമാസ് ലീഹ സത്യത്തിൽ എന്തിനാണ് ഇത്ര വാശി പിടിച്ചത്? അവനെ കാണണമെന്നും അവൻ്റെ തിരുവിലാവിൽ തൊടണമെന്നും എന്തിന് തോമാസ് ലീഹ ഇത്ര വാശി പിടിച്ചു? ആർക്കു വേണ്ടി വാശി പിടിച്ചു? നമ്മളും പലതരത്തിലുള്ള വാശികളും സംശയങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ സംശയവും വാശിയും ഒക്കെ നമുക്ക് വേണ്ടിയാണ്, വിശ്വാസികൾക്ക് വേണ്ടിയോ വിശ്വാസത്തിന് വേണ്ടിയോ അല്ല എന്നുള്ളതാണ് തോമാസ് ലീഹായുടെ വാശിയും നമ്മുടെ വാശിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പൂർവികരെ ഭാരതത്തിൽ തോമാസ് ലീഹ വരുന്നതിന് മുൻപ് ബ്രാഹ്മണരായിരുന്നു, അക്രൈസ്തവരായിരുന്നു. തോമാസ് ലീഹ ഭാരതത്തിൽ വന്ന് ഇവിടെ 20 വർഷം ജീവിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തി. തോമാസ് ലീഹ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ പൂർവികരായ ബ്രാഹ്മണരോട് പറഞ്ഞു, തോമാസ് ലീഹ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ട്, യേശു എന്നാണ് അവൻ്റെ പേര്, അവൻ്റെ കൂടെ ഞാൻ 3 വർഷം ജീവിച്ചിട്ടുണ്ട്. ഈ 20 വർഷം കൊണ്ട് ഇവിടെയുള്ള ബ്രാഹ്മണരെയൊക്കെ മാനസാന്തരപ്പെടുത്തി അവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റുന്നുണ്ടെങ്കിൽ തോമാസ് ലീഹ വഹിച്ച പങ്ക് വലുതാണ്. തോമാസ് ലീഹ ഈ ബ്രാഹ്മണരോട് പറഞ്ഞു, ഈ യേശു ക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തോമാസ് ലീഹായുടെ ബ്രാഹ്മണരോട് ചോദിച്ചു, നീ എന്ത് അത്ഭുതമാണ് കണ്ടിട്ടുള്ളത്? തോമാസ് ലീഹ പറഞ്ഞു, അന്ധരെ സുഖപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ബധിരരെ സുഖപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു, മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു, വിധവയുടെ ഏകമകനെ ഉയർപ്പിക്കുന്നു, ജൈറോസിൽ മകളെ ഉയർപ്പിക്കുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ജനം, യഹൂദ ജനം അവനെ കുരിശിൽ തറച്ചു കൊന്നു. അപ്പോൾ ബ്രാഹ്മണർ ചോദിക്കും, അത് നീ കണ്ടിട്ടുണ്ടോ? അതും ഞാൻ കണ്ടിട്ടുണ്ടെന്നേ, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവനെ മരിച്ച് അടക്കി 3-ാം ദിവസം അവൻ ഉയർത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ വരണ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും തോമാസ് ലീഹ കണ്ടിട്ടുണ്ട്. അവൻ മരിച്ചത് കണ്ടിട്ടുണ്ട്, അവൻ അത്ഭുതങ്ങൾ ചെയ്തത് കണ്ടിട്ടുണ്ട്, അവൻ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഉയർത്ത ക്രിസ്തുവിനെ മാത്രം കണ്ടിട്ടില്ല എന്ന് തോമാസ് ലീഹ പറഞ്ഞാൽ ബുദ്ധിമാന്മാരായ നമ്മുടെ പൂർവികരായ ബ്രാഹ്മണർ അത് വിശ്വസിക്കുകയോ? ഇല്ല. ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ക്രിസ്തു വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം തോമാസ് ലീഹ അന്ന് കാണിച്ച വാശിയാണ്, അന്ന് കാണിച്ച സംശയമാണ്. അതാണ് രക്ഷാകരമായിട്ടുള്ള വാശി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖറാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ തോമാസ് ലീഹായെ പോലെ യേശുവിനെ കാണണം, അവനെ തൊടണം, അവനെ സ്നേഹിക്കണം, അവനെ അനുഭവിക്കണം എന്നുള്ളൊരു വാശി നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധ തോമാസ് ലീഹായെ പോലെ യേശുവിനെ കാണണമെന്നും അവനെ തൊടണമെന്നും അനുഭവിച്ച യേശുവിനെ പങ്കുവെക്കണമെന്നും ഉള്ള ഒരാഗ്രഹവും തീഷ്ണതയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിശ്വാസത്തിൻ്റെ ജ്വാല കെടാതെ പിൻതലമുറക്കാർക്ക് പങ്കുവെക്കാൻ തോമാസ് ലീഹ കാണിച്ച ആ ധീരത നമുക്ക് സ്വന്തമാക്കാം. 20 വർഷക്കാലം ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ജീവിച്ച് ക്രിസ്തുവിൽ നിന്ന് പകർന്നു കിട്ടിയ ആ വിശ്വാസത്തിൻ്റെ അനുഭവം പങ്കുവെച്ച് രക്തസാക്ഷിയായതുപോലെ യേശുവിന് വേണ്ടി മരിക്കാൻ സാധിച്ചില്ലെങ്കിലും യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ടുള്ള തീഷ്ണത ഞങ്ങൾക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് തോമാസ് ലീഹായുടെ മാധ്യസ്ഥം യാചിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.